ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഈ ചെടി കണ്ടോ മഞ്ഞപ്പൂ നിൽക്കുന്നത്. അപ്പോൾ ഈ ചെടി എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. പല്ലുവേദനയ്ക്ക് നല്ല ഒന്നാന്തര ഒരു മരുന്നാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പേരറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചെടിയുടെ പൂവുണ്ടല്ലോ, പൂവ് നമുക്ക് പല്ലുവേദനയുള്ള ഭാഗത്ത്, അതായത് പല്ലിൽ പോടുള്ള ഭാഗത്ത് നല്ലവണ്ണം നമുക്ക് അതിനൊന്ന് ഞെരടിയിട്ട് അതിൻ്റെ പൂവ് എടുത്തിട്ട് നല്ലോണം ഞെരടി ആയിട്ട് നല്ലോണം ഞെരടി തിരുമ്മിയിട്ട് നമുക്ക് ആ പോടുള്ള ഭാഗത്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കടിച്ച് പിടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പല്ലുവേദന നല്ലോണം വിട്ട് മാറിയിട്ട് നല്ലൊരു ആശ്വാസം കിട്ടും. അവിടെ നല്ലൊരു എരിവ്, നല്ലൊരു ആശ്വാസമായിരിക്കും. കാരണം എന്താ ഞാൻ കൃത്യമായിട്ട് പറയുന്നത്, ഞാൻ ചെയ്തിട്ടുള്ളൊരു മരുന്നാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം മുട്ടായി കഴിച്ച് പല്ലിലൊക്കെ പോടായ സമയത്ത് ഇങ്ങനെ വേദന സഹിക്കാൻ വേദന വിളിച്ച് പോകുമ്പോൾ അമ്മ എനിക്ക് ഇത് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം അത് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി പല്ലുവേദന മാറിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം എത്ര പേർക്ക് ചെയ്തിട്ടുണ്ടോ, എത്ര പേർക്ക് ഇത് അറിയാം എന്ന് എനിക്കറിയത്തില്ല. ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും ഔഷധങ്ങളും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ പൂവ് കണ്ടപ്പോൾ എനിക്ക് പഴയ ഒരു ഓർമ്മ വന്നപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനപ്പോൾ ഇതിൻ്റെ ഈ പൂവുകൾ കുറേ അഞ്ചാറെണ്ണം എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഞെടിയുടെ നീര് നമ്മുടെ കയ്യിലാക്കിയിട്ട് അതൊരു ചെറിയൊരു തുണിയുടെ പീസോ എല്ലാം വെച്ചിട്ട് നമുക്ക് ആ നീരിനെ ഇട്ടിച്ച പോലുള്ള ഭാഗത്തോ വേദനയുള്ള ഭാഗത്തോ നമ്മൾ പല്ലിൽ എവിടെയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കാമെങ്കിലും വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടും. നല്ലൊരു മരുന്നാണ്. ഇത് വേറെ എന്തെങ്കിലും ഔഷധങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുകൊണ്ട് ഈ പൂവ് ഈ ചെടി കൊണ്ട് എന്തെങ്കിലും ഔഷധങ്ങളുണ്ടെങ്കിൽ ഇത് കൂടുതലും പറമ്പിലൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ പാടം വയൽ ഭാഗമൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ ആണെങ്കിലും ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. നല്ലൊരു എരിവാണ് ഇതിന്, ഈ പൂവിൻ്റെ നീരിന് നല്ലൊരു എരിവാണ്. ഇത് ഉള്ളിലോട്ട് നമ്മൾ വയൽ വെക്കുന്ന സമയത്ത് അധികം ആരും ഉള്ളിൽ ഇറക്കാതിരിക്കുക. കാരണം ഇത് വിഷാംശം വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സമയത്തൊന്നും നമ്മൾ അതിന് നീര് കുടിക്കാറൊന്നുമില്ല. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ ഇതിൻ്റെ ഈ ചെടിയുടെ പേര് എനിക്ക് അറിയില്ല. പേര് അറിയാവുന്നതൊന്ന് കമൻറ്റ് ചെയ്യുക. വേണ്ട, നല്ല രസം, നല്ല ഭംഗിയാണ് പൂത്ത് നിൽക്കുന്നത് കാണാൻ. പറമ്പിലൊക്കെ ആണെങ്കിൽ കൂടിയാണ് നിൽക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരാം. ബൈ ബൈ.